നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഒരെണ്ണം. ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാം. എൻ്റെ വൈഫ് കൂടാതെ എനിക്ക് വേറൊരു അഫയറും കൂടിയുണ്ട്. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാണ്? എൻ്റെ വൈഫ് കൂടാതെ എനിക്ക് വേറൊരു അഫയറും കൂടിയുണ്ട്. തന്റെ അസുഖത്തിനൊരു കുറവില്ലേ? കുറവുണ്ട്, മരുന്ന് നന്നായിട്ട് കുറയുന്നുണ്ട്. എൻ്റെ വൈഫ് കൂടാതെ എനിക്ക് വേറൊരു അഫയറും കൂടിയുണ്ട്. എന്ത് തല്ലിക്കൊല്ലും ഞാന് വേറൊരു അഫയർ ഉണ്ടെങ്കിൽ? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? എന്ത് തല്ലിക്കൊല്ലും ഞാന് വേറൊരു അഫയർ ഉണ്ടെങ്കിൽ? അതൊക്കെ നീ മനസ്സിൽ ചെയ്താൽ മതി, ഒക്കെ ശരിയാണ്. ആരും കാണാൻ വന്നിരിക്കുന്നു. കഴിനൊക്കെ ഉണ്ടെന്ന് പറയാടാ. നെക്സ്റ്റ് പേഷ്യന്റ്. ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയോ? അവളിന്റെ കൂടെ ഒരാളുള്ളതാ. ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയോ? അവളിന്റെ കൂടെ ഒരാളുള്ളതാ. ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും. പക്ഷെ ആ ഇരുന്ന് ഉറങ്ങുന്നതേ എന്റെ ആജീവനെന്താ പ്രശ്ന? എന്താ അതിനെ പറ്റി ആരും ഒന്നും പറയാത്ത? കിട്ടും നിനക്ക് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. എന്താ നീ പുറത്ത് നിൽക്കുന്നേ? എന്നോട് അമ്മ അരി കഴുകാൻ പറഞ്ഞപ്പോ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകി. അതിന് എന്നെ പുറത്താക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങള് തുണി അയച്ചിട്ടിട്ടൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. മാനം മര്യാദയ്ക്ക് തന്നെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. ആദ്യം വീടെടുക്കടാ പണിക്ക് പോടാന്നായിരുന്നു. ഇപ്പോ പല പല മോശമായിട്ട് കമന്റ് ഞങ്ങക്ക് വരുന്നുണ്ട്. ഞങ്ങളുടെ സന്തോഷം പങ്കുവെക്കാണ്. ഞങ്ങള് മാനം മര്യാദയ്ക്ക് തന്നെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അതിൽ കയറിയിട്ട് വെറുതെ എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ അനാവശ്യം പറയാൻ നിൽക്കുന്നത്? വല്ല കഷ്ടമാണ് കേട്ടോ. അത് തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഞാനേ മനുഷ്യനാണ്, ഇല്ല മൃഗമല്ല. ഇവളിനെ വേണ്ട വെച്ചിട്ട് വിട്ടിട്ട് പോവാനേ മൃഗമല്ല, മനസ്സിലായില്ലേ? എന്റെ ഏട്ടനെ തായോളി മൈരേന്ന് വിളിക്കാണ്ട് നിങ്ങൾ എന്റെ വീട്ടുകാരനും പോയി വിളിക്കടാ തെണ്ടികളെ. നീ പെറുക്കി ജീവിക്കുന്നു. എടാ, ഞാൻ പെറുക്കിട്ട് തന്നെയാടാ ജീവിക്കണേ. ഇല്ല നിന്റെ അണ്ടി തൂങ്ങാനും ഞാൻ വരില്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കും.